എൻ്റെ അടുത്ത് കുറേ പേര് ഡംബിൾസ് വെച്ചുള്ള ബാക്ക് വർക്കൗട്ടിനെ പറ്റി ചോദിച്ചായിരുന്നു. അപ്പം അത് കുറേ പേര് ചോദിച്ചായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പം നിങ്ങൾ ഹോം വർക്കൗട്ട് ചെയ്യുന്ന ആളുകളാണെങ്കിലും അല്ലെങ്കിൽ ജിമ്മിൽ ചെയ്യുന്ന ആളുകളാണെങ്കിലും ഇപ്പം ഡംബിൾസ് വെച്ച് നമുക്ക് കുറേ വർക്കൗട്ട് ചെയ്യാം. ഇപ്പം ബാക്കിനാണെങ്കിലും ചെസ്റ്റിനാണെങ്കിലും ബൈസെപ്സിനാണെങ്കിലും ലെഗ്സിനാണെങ്കിലും എല്ലാത്തിനും കുറേ വർക്കൗട്ട് ചെയ്യാം. നമുക്ക് എണ്ണിയ തീരാത്ത അത്രയും വർക്കൗട്ട്സ് ഉണ്ട്, കുറേ വർക്കൗട്ട് ഉണ്ട്. പക്ഷേ ഞാനിപ്പം ബാക്ക് വർക്കൗട്ടിനെ പറ്റിയാണ് പറയുന്നത്. ഇപ്പം നിങ്ങൾ ഹോം വർക്കൗട്ട് ചെയ്യുന്ന ആളുകളാണെങ്കിൽ, വീട്ടിൽ മാത്രം വർക്കൗട്ട് ചെയ്യുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഒരു പേര് ഡംബിൾസ് എന്തായാലും കാണും. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് മേടിക്കാൻ നോക്കുക. ഡംബിൾസ് നമ്മൾ വീട്ടിൽ വർക്കൗട്ട് ചെയ്യുന്ന ആളുകളാണെങ്കിൽ ഡംബിൾസ് ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് ഡംബിൾസ് വേണം. അപ്പോൾ നിങ്ങൾ എത്രയും പെട്ടെന്ന് ഡംബിൾസ് മേടിക്കാൻ നോക്കുക. അപ്പം നമുക്ക് ബാക്ക് വർക്കൗട്ട് ചെയ്യാൻ പറ്റിയ ഏറ്റവും മെയിൻ ആയിട്ടുള്ള എല്ലാ മസിൽസിനും പിടുത്തം കിട്ടുന്ന 4 മെയിൻ വർക്കൗട്ട്സ് ആണ് ഞാൻ ഈ വീഡിയോ പറയാൻ പോകുന്നത്. ഈ വീഡിയോയിൽ ഞാൻ ചെറിയ ഡംബിൾ ഇട്ടാണ് കാണിക്കുന്നത്. അധികം വെയിറ്റ് ഇല്ലാത്ത ചെറിയ ഡംബിൾസ് വെച്ചാണ് ഞാൻ ഡെമോൺസ്ട്രേറ്റ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾ ഡംബിൾസ് മേടിക്കുമ്പം നല്ല വെയിറ്റ് ഉള്ള ഡംബിൾസ് മേടിക്കുക. അതുപോലെ തന്നെ ഡംബിൾസ് മേടിക്കുമ്പം ഈ വെയിറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഡംബിൾസ് മേടിക്കുക. ഇപ്പം നിങ്ങൾക്ക് 1 കിലോയുടെ ഡംബിൾസ് ഉണ്ട്, 2 കിലോ ഡംബിൾസ് ഉണ്ട്. അങ്ങനത്തെ ഡംബിൾസ് മേടിക്കാണ്ട് ഇപ്പം ഒരു ഹാൻഡിലിൽ തന്നെ നമുക്ക് 1 കിലോ ഇടാം, 2 കിലോ ഇടാം, 3 കിലോ ഇടാം, 5 കിലോ ഇടാം. അപ്പം അങ്ങനത്തെ ഡംബിൾസ് ഉണ്ട്. അപ്പം അത് മേടിക്കാൻ നോക്കും. അപ്പം നിങ്ങൾക്ക് ഇൻ കേസ് നിങ്ങൾക്ക് നിങ്ങളുടെ ബഡ്ജറ്റ് അനുസരിച്ച് നിങ്ങൾക്ക് ഡംബിൾസ് മേടിക്കാൻ അത്ര പൈസ ഇല്ലെങ്കിലും ഇപ്പം തൽക്കാലം 1 കിലോ ഡംബിൾസ് മേടിച്ചിട്ട് പിന്നീട് നിങ്ങൾക്ക് ഡംബിൾ മേടിക്കേണ്ട ആവശ്യമില്ല. പിന്നീട് നിങ്ങൾക്ക് പ്ലേറ്റ് മാത്രം മേടിച്ചാൽ മതി. എന്നിട്ട് ആ പ്ലേറ്റ് അല്ലേ കിട്ടാൽ മതി പൈസ വരുമ്പോൾ. അപ്പം അങ്ങനത്തെ ഡംബിൾസ് ആയിരിക്കും ഏറ്റവും പ്രിഫറബിൾ. അങ്ങനത്തെ ഡംബിൾസ് ഈ സ്പോർട്സ് കടയിലൊക്കെ ഉണ്ട്. അങ്ങനെ സ്പോർട്സ് കടയിൽ ഇല്ലെങ്കിൽ നിങ്ങൾ ആമസോണിലോ ഫ്ലിപ്കാർട്ടിലോ അവിടെയൊക്കെ നോക്കിയാൽ എന്തായാലും ഇങ്ങനത്തെ ഡംബിൾസ് കിട്ടും. ഒരേ വെയിറ്റിൽ നമ്മൾ ചെയ്തുള്ള പ്രശ്നമൊന്നും ചെയ്താണ്. ഇപ്പം നിങ്ങൾക്ക് ഒരു വെയിറ്റിൽ തന്നെ ഉപയോഗിച്ച് ആദ്യമേ നിങ്ങൾക്ക് ടഫായിരിക്കും. പിന്നീട് നിങ്ങൾ പ്രോഗ്രസീവ് ഓവർലോഡിലൂടെ നിങ്ങളത് ഈസിയായി വന്നുകൊണ്ടിരിക്കും. അപ്പം അങ്ങനെ ഈസിയായി വരുമ്പോൾ നിങ്ങൾക്ക് പിന്നീട് വെയിറ്റ് കൂട്ടാൻ പറ്റത്തില്ല. അപ്പം അഡ്ജസ്റ്റബിൾ ഡംബിൾ ആണെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും ഇപ്പം 2 കിലോ മാറ്റി 4 കിലോ ഇടാം. അപ്പം അതുപോലെ നിങ്ങൾക്ക് വെയിറ്റ് കൂട്ടാം. അപ്പം അധികം താമസിക്കാണ്ട് നമുക്ക് വർക്കൗട്ടിലേക്ക് പോകാം. അപ്പം ആദ്യത്തെ നമ്മുടെ വർക്കൗട്ടാണ് ഡംബിൾ ബെൻഡ് ഓവർ. ഇത് ചെയ്യുമ്പോൾ നമ്മൾ കറക്റ്റ് ഫോമില്ലാതെ നിൽക്കുക. എന്നിട്ട് നമ്മൾ ഡംബിൾ മുകളിലോട്ട് റൈസ് ചെയ്യുക. അപ്പോൾ ഡംബിൾ നമ്മുടെ ഹിപ്പ് റീജിയൻ വരെ പൊങ്ങാവുള്ളൂ. അപ്പോൾ അതിൽ കൂടുതൽ പൊങ്ങല്. അപ്പം ഞാനിവിടെ 2 കൈയിലും ചെയ്യുന്നുണ്ട്. സത്യത്തിൽ 2 കൈയിലും ഞാൻ ഡംബിൾ മുകളിലോട്ട് റൈസ് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ് ഈ വർക്കൗട്ട് ചെയ്യുന്നത്. ഇത് ചെയ്യുമ്പോൾ നമ്മുടെ ബാക്കിന് മൊത്തത്തിൽ നല്ലൊരു പിടുത്തമാണ് വരുന്നത്. പിന്നെ ഒന്നാമത്തെ കാര്യം നല്ല കറക്റ്റ് ഫോമിലായിരിക്കും ഇത് ചെയ്യേണ്ടത്. പിന്നെ നിങ്ങൾക്ക് വെയിറ്റ് കുറവാണെങ്കിൽ നിങ്ങൾക്ക് വെയിറ്റ് കൂട്ടി ചെയ്യാൻ പറ്റും. കൂടുതൽ വെയിറ്റ് ഇട്ട് ഡംബിൾ ചെയ്യാൻ പറ്റും. ഇപ്പോൾ നല്ലൊരു പിടുത്തം നമ്മുടെ ബാക്കിന് മൊത്തം കിട്ടുന്നത്. പിന്നെ അടുത്ത നമ്മുടെ വർക്കൗട്ടാണ് സിംഗിൾ ആം ഡംബിൾ റോ. ഇത് ചെയ്യുമ്പോൾ നമ്മൾ കറക്റ്റ് സ്റ്റാൻസിൽ നിൽക്കുക, ഇതുപോലെ നിൽക്കുക, ഏതെങ്കിലും ടേബിളിലോ അല്ലോ അല്ലെങ്കിൽ ബെഞ്ചിലോ അല്ലോ എന്നിട്ട് ഇതുപോലെ ഡംബിൾ റൈസ് ചെയ്യുക. അപ്പോൾ ഡംബിൾ റൈസ് ചെയ്യുമ്പോൾ ഡംബിൾ നമ്മുടെ ഹിപ്പ് റീജിയൻ വരെ വരാവുള്ളൂ. എൻ്റെ എൽബോ കണ്ട ആ മേളിലോട്ട് പോകുന്നില്ല, ബാക്കിനേക്കാളും മേളിൽ പോകുന്നില്ല. അപ്പം അതേപോലെ തന്നെ ഇത് റിലീസ് ചെയ്യണം. നമ്മുടെ ലാറ്റ് ഏരിയ മൊത്തത്തിൽ സ്ട്രെച്ച് ആയിട്ട് വേണം താഴോട്ട് റിലീസ് ചെയ്യാൻ. അപ്പോൾ ഇത് നല്ലൊരു പിടുത്തം നമ്മുടെ ബാക്കിന് മൊത്തവും കിട്ടുന്നത്. നമ്മുടെ ലാറ്റ് റീജിയൻ സ്ട്രെച്ച് ആവുന്ന പോലെ തന്നെ നല്ലൊരു നമ്മുടെ മൊത്തത്തിൽ നമുക്ക് ബാക്കിനും നല്ലൊരു പിടുത്തമാണ്. ഇതും നമുക്ക് ഒരു കയ്യിൽ ചെയ്യാം, അത് കഴിഞ്ഞ് 2 കയ്യിൽ ചെയ്യാം. ഇത് ഒറ്റയടിക്ക് ഒരു കയ്യിലല്ല, ഒരു തവണ ചെയ്യുമ്പം റൈറ്റിൽ, പിന്നെ ചെയ്യുമ്പോൾ ലെഫ്റ്റിൽ. അപ്പോൾ ഒരു സെറ്റാവും. അങ്ങനെ നമുക്ക് എത്ര സെറ്റ് വേണമെങ്കിലും ചെയ്യാം. അപ്പം അടുത്ത നമ്മുടെ വർക്കൗട്ടാണ് ഡംബിൾ ഡെഡ് ലിഫ്റ്റ്. ഇത് സാധാ ഡെഡ് ലിഫ്റ്റ് പോലെ തന്നെയാണ്. നമ്മൾ ഡെഡ് ലിഫ്റ്റിൻ്റെ സ്റ്റാൻസിൽ നിൽക്കുക. എന്നിട്ട് നമ്മൾ എങ്ങനെ ഡെഡ് ലിഫ്റ്റ് ചെയ്യുന്നു അതേപോലെ തന്നെ താഴോട്ട് വരിക, മേളിലോട്ട് പോവുക. അപ്പോൾ ഡംബിൾ എൻ്റെ കറക്റ്റ് ആ ഒരു ലെഗിൻ്റെ സെൻറ്റർ കണ്ട, താഴത്തെ ലെഗിൻ്റെ സെൻറ്ററിലാണ് നിൽക്കുന്നത്. അപ്പോൾ കറക്റ്റ് എൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി കറക്റ്റാണ് വരുന്നത്. അപ്പോൾ എനിക്ക് ഒരു ഇഞ്ചറിയും വരത്തില്ല. കറക്റ്റ് ഫോമിൽ എനിക്ക് ചെയ്ത് പോകാൻ പറ്റും. അപ്പം ആ ഒരു ഹാങ്ങർ ഇട്ടിരിക്കുന്ന പോലെ കൈ കിടക്കുന്നത്, കയ്യിൽ വെയിറ്റ് വരുന്നത്. അപ്പം എൻ്റെ ലോവർ ബാക്കിനായിരുന്നു മെയിനായിട്ട് പിടുത്തം വരുന്നത്. എൻ്റെ ലെഗും ലോവർ ബാക്കും ആണ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. പിന്നെ ഡെഡ് ലിഫ്റ്റ് ചെയ്യുമ്പോൾ മൊത്തത്തിൽ നമ്മുടെ പോസ്റ്ററിനും എല്ലാത്തിനും നല്ല പിടുത്തമാണ് വരുന്നത്. അപ്പം അടുത്ത നമ്മുടെ മെയിൻ വർക്കൗട്ടാണ് റെനഗേറ്റ് റോ. ഇത് അത്യാവശ്യം ചാലഞ്ചിങ് ആണ്. നമ്മൾ ലെഗ് നമ്മുടെ വൈഡായിട്ട് പിടിക്കുക, നമ്മുടെ ബാലൻസ് കിട്ടാൻ വേണ്ടി. നമ്മുടെ ബാലൻസ് പോകാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഞാൻ ഉപയോഗിക്കുന്ന ഡംബിൾ ഇത് റൗണ്ടാണ്. നമ്മൾ സ്ക്വയർ ഡംബിളാണ് ഇതിൽ യൂസ് ചെയ്യേണ്ടത്. പക്ഷെ നമുക്ക് റൗണ്ട് തന്നെ യൂസ് ചെയ്യാം. ഇത് മാറ്റ് ഇട്ടാൽ മതി നമുക്ക് ബാലൻസിന്. എന്നിട്ട് നമ്മൾ ഡംബിൾ മേലോട്ട് റൈസ് ചെയ്യുക. ഡംബിൾ നമ്മുടെ ഹിപ്പിന് മേളിലോട്ട് പോകാൻ പറ്റില്ല. ഇതിൽ കാണിച്ചിരിക്കുന്ന പോലെ തന്നെ ആ ഹിപ്പ് റീജിയൻ വരെ ഡംബിൾ പോകുന്നുള്ളൂ. അങ്ങനെ ഓരോ കൈക്ക് ഇങ്ങനെ ചെയ്യുക. ഇതും നമ്മുടെ മൊത്തത്തിൽ നമുക്ക് എക്സ്ട്രീമായിട്ട് നമ്മുടെ ബാക്ക് നല്ലൊരു പിടുത്തം വരുന്ന വർക്കൗട്ടാണ്. ഇപ്പോൾ ചെറിയ വെയിറ്റ് ഇട്ട് ചെയ്തപ്പോൾ തന്നെ എനിക്ക് നല്ലൊരു പിടുത്തം വന്നു. അപ്പം ഇത് പതുക്കെ പ്രോഗ്രസീവ് ഓവർലോഡ് വെച്ച് നിങ്ങൾക്ക് നന്നായിട്ട് ഒരു എക്സ്ട്രീം പിടുത്തം കിട്ടും. അപ്പം ഇത്രയും 4 വർക്കൗട്ടാണ് നമുക്ക് ഡംബിൾസ് വെച്ച് ബാക്കിന് ചെയ്യാൻ പറ്റുന്നത്. ഇത് അത്ര വലിയ സെറ്റപ്പായിട്ടൊന്നും അല്ല ഞാൻ ചെയ്തത്, വീട്ടിൽ വെച്ച് തന്നെ ചെയ്തതാണ്. അപ്പം നിങ്ങൾക്ക് ഇതുപോലെ തന്നെ നിങ്ങൾക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റും, 2 ഡംബിൾ പേഴ്സ് ഉണ്ടെങ്കിൽ. അപ്പം അത്രയുള്ള കാര്യം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.